ഹായ് 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 ചെയ്യുന്നവരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെയാണ് പരിപാടികളൊക്കെ സ്റ്റാർട്ടാവുന്നത്. 7:30 ആയിട്ടുള്ളൂ. വണ്ടീൻ്റെ പല കാര്യങ്ങളൊക്കെ ഊരിയിട്ടുണ്ട്. നമ്മുടെ ഷീറ്റൊന്നും കെട്ടിയിട്ടില്ല. ഇന്ന് ഷീറ്റൊക്കെ കെട്ടണം കരുതിയിട്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ചെറിയൊരു പരിപാടി കൂടിയുണ്ട്. ടൊട്ടാ കെയറിൻ്റെ നമ്മുടെ ഈ ടൊട്ടാ കെയറിൻ്റെ ഇനാഗ്രേഷനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇവിടുന്ന് ഏതാണ്ട് 10-61 കിലോമീറ്റർ ഉണ്ട്. തിരൂര് മാങ്ങാട്ടിരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവരുടെ ഓഫീസുള്ളത്. അപ്പോൾ ഞാൻ അവിടേക്ക് ഇറങ്ങുവാണ്. ഇവിടുന്ന് ഏതാണ്ട് 2 മണിക്കൂർ റണ്ണിങ് ഉണ്ട്. 9:30-ക്കാണ് ഇനാഗ്രേഷൻ എന്നാണ് പറഞ്ഞത്. ഇപ്പം തന്നെ 7:30 ഞാൻ 2 മണിക്കൂർ കൊണ്ട് അവിടെ എത്തുമെന്ന് അറിയില്ല. എത്തുകയാണെങ്കിൽ കറക്റ്റ് സമയത്ത് അവിടെ എത്തുന്നുണ്ടാവാം. ഇല്ലയെന്നാണെങ്കിൽ ചിലപ്പോൾ ഇനാഗ്രേഷൻ കഴിഞ്ഞ ഉടനെയൊക്കെ എത്തുന്നുണ്ടാവുള്ളൂ. കാലാവസ്ഥ പറയുകയാണെങ്കിൽ ഇന്നും തന്നെ ചെറിയൊരു മൂടിക്കെട്ടലോട് കൂടിയിട്ടൊക്കെ നിൽക്കുവാണ്. ഇവിടുത്തെ പറഞ്ഞില്ല ഷീറ്റ് കെട്ട നിൽക്കുന്ന എന്തായാലും ഇല്ലയെന്നാണെങ്കിൽ പണി കിട്ടും. എനിക്ക് ഈ പറഞ്ഞ മാങ്ങാട്ടിരി അല്ലെങ്കിൽ തിരൂരേക്ക് എത്തണമെങ്കിൽ ഇവിടുന്ന് നേരെ മഞ്ചേരിയിൽ നിന്ന് മലപ്പുറം, അവിടെ നിന്ന് തിരൂര്, അങ്ങനെയാണ് നമ്മളുടെ റൂട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. 2 വഴിയിലൂടെ പോവാം. ഒന്ന് വേണമെങ്കിൽ പെരിന്തൽമണ്ണ വഴി അങ്ങനെ പോവാം. പക്ഷേ ഇവിടുന്ന് സാധാരണ പോകുന്ന റൂട്ട് ഇത് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ തിരൂർക്ക് ഒറ്റ തവണ പോയുള്ളൂ. അത് കഴിഞ്ഞ പ്രാവശ്യം ഒറ്റ തവണ അല്ല, പിന്നെ അതിന്റെ മുമ്പ് പോയിട്ടുണ്ട്. പക്ഷെ എല്ലാവർക്കും ഓർമ്മല്ല. എൻ്റെ ഈ ഓട്ടോ ആയിട്ട് ഞാൻ ആ ഒറ്റ തവണ പോയിട്ടുള്ളൂ. അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഓഫീസിലേക്കുള്ള TV കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു പോയിരുന്നത്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് നമ്മളുടെ ഓട്ടോ സ്റ്റാൻഡിൽ ഒരു 1 2 3 4 5 ഓട്ടോകളുണ്ട്. 5 ഡ്രൈവർമാർ വന്നിട്ടുണ്ട് വണ്ടിയായിട്ട്. പിന്നെ വണ്ടൂർ ജംഗ്ഷൻ ടൗണിലെ ജംഗ്ഷനിൽ നോക്കുവാണെങ്കിൽ ആളുകളൊക്കെ ഇങ്ങനെ ഈ ഒരു സെന്ററിൽ നിന്നാണ് ജോലിക്കൊക്കെ പോകുന്നത് ആളുകൾ. ഈ കൂലിപ്പണിക്കാരൊക്കെ അധികം നീങ്ങുന്നത് ഈ സെന്ററിൽ നിന്നാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ മഞ്ചേരി റോഡിന് കയറിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് മഞ്ചേരി ഏതാണ്ട് 20 കിലോമീറ്റർ 20-21 കിലോമീറ്റർ നോക്കി തന്നെ വേണ്ട. മഞ്ചേരി നേരെ വിടാം. എളങ്കൂർ മഞ്ചേരി റോഡിൽ കയറിയിട്ടുണ്ട്. നല്ല റോഡാണെന്ന് ഞാൻ പറഞ്ഞില്ല. റോഡ് നല്ല റോഡാണ്. പക്ഷേങ്കിൽ റോഡിന്റെ പ്രശ്നം എന്താ വെച്ചാല് ടേണിങ്സ് കൂടുതലാണ്. അതുപോലെ തന്നെ ഇറക്കം കയറ്റം അതും കൂടുതലാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ റോഡ് തിരഞ്ഞെടുക്കാനുള്ള കാരണം ട്രാഫിക്കാണ്. മെയിനായിട്ട് ട്രാഫിക് വളരെയധികം കുറവാണ്. ഞാൻ ചായ കുടിച്ചിട്ടില്ല. എനിക്ക് രാവിലെ എണീറ്റ് ഉടനെ എന്തെങ്കിലുമൊക്കെ കനത്തിൽ കഴിക്കാൻ വേണ്ടിയിട്ട് കഴിയാറില്ല. എനിക്ക് തോന്നാറില്ല. കുറച്ച് സമയം കഴിയണം. അപ്പോഴേക്ക് ഒരു 9 മണിയൊക്കെ ആകുമ്പോഴേക്ക് സാധാരണ ഞാൻ കഴിക്കുന്ന നേരമാണ്. 6 നേരമൊക്കെ ആകുമ്പോഴേക്ക് വേണം കഴിക്കാൻ. പോകുന്ന വഴിയിൽ ഏതെങ്കിലും ഹോട്ടലിൽ കയറുകയില്ല. എന്നാണെങ്കിൽ അവിടുത്തെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് റിട്ടേൺ പോരുമ്പോൾ എവിടെയെങ്കിലും കയറി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എന്തായാലും ചായ കുടിച്ചില്ല, ചായ കുടിക്കണം. ഇതിൽ ബസ് ഉണ്ട് കേട്ടോ. ബസ് റൂട്ടാണ്. ഇതിലെ ഒരു 10 മിനിറ്റ് ഇടവിട്ട് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് ഇടവിട്ട് ഇതിലെ ബസ് ഉണ്ട് എന്നുള്ളത്. ബസ്സുകാരൻ ചവിട്ടിയാൽ വേറെ വണ്ടി ഇല്ലെങ്കിൽ നമുക്ക് പോവാം. 8:07 സമയം. ഞാൻ മഞ്ചേരി ടൗണിലേക്ക് എത്തിയിട്ടുണ്ട്. മഞ്ചേരി ടൗണിൽ ചെറിയൊരു ബ്ലോക്കൊക്കെ കാണുന്നുണ്ട്. ഇവിടെ ബ്ലോക്ക് ഉണ്ടാകാൻ പാടില്ല. നമ്മളെന്തായാലും 9:30 ആകുമ്പോഴേക്ക് ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്ക് 42 കിലോമീറ്റർ ഉണ്ട്. 42 കിലോമീറ്റർ ബ്ലോക്ക് കാര്യമൊന്നുമില്ലെങ്കിൽ നമ്മൾ മിക്കവാറും എത്തും. ബ്ലോക്കൊക്കെ ആണെങ്കിൽ നമുക്ക് എത്താൻ വേണ്ടി കഴിയില്ല. അങ്ങനെയെങ്കിൽ നമ്മള് മലപ്പുറം എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ കോഴിക്കോട്. നമ്മളിപ്പോ തിരിഞ്ഞോടുത്ത് മോനെ തിരൂരിട്ടാ. അതായത് മലപ്പുറം സെൻട്രലിലേക്ക് നമ്മള് പോകണില്ല. ഞാനിങ്ങനെ ബൈപ്പാസ് ഇറങ്ങിയേക്കുവാണ്. തിരൂര് റോഡ് മലപ്പുറം കയറിയിട്ടുണ്ട് ഞാന്. ഇവിടത്തെ ഈ ഒരു ട്രാക്ക് ഉണ്ടല്ലോ, എന്റെ മോനെ അമ്പുണ്ടാക്കി വെച്ച മാതിരിയാ. എന്തൊരു ദമ്മറിയാ. അങ്ങനെയെങ്കിൽ നമ്മള് കോട്ടക്കൽ എത്തിയിരിക്കുകയാണ്. കോട്ടക്കൽ അന്ന് രാത്രി വന്നതുകൊണ്ടേ കോട്ടക്കലിനെ ശരിക്കും കാണാൻ വേണ്ടി പറ്റിയില്ല. കോട്ടക്കൽ ബസ് സ്റ്റാൻഡാണ് ആ കാണുന്നത് കേട്ടോ. കോട്ടക്കൽ ബസ് സ്റ്റാൻഡ് ഭയങ്കര തിരക്കുണ്ട്. പറയുമ്പോ വേറെ റോഡൊന്നും വന്ന് ജോയിന്റ് ആവുന്നില്ല. ചെന്നാൽ പോലും നല്ല തിരക്കുണ്ട്. വണ്ടികൾ അത്യാവശ്യം ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെയൊക്കെ 9 മണി ആയില്ല. അപ്പേക്ക് ഇങ്ങനെയായി. അപ്പൊ 9 മണിയൊക്കെ കഴിഞ്ഞാൽ എന്തേക്കാര അവസ്ഥ? ഓഫീസ് ടൈം അല്ലേ? അതുകൊണ്ടായിരിക്കാം. അങ്ങനെയെങ്കിൽ നമ്മുടെ ഫ്രണ്ടിലായിട്ട് നാഷണൽ ഹൈവേ 66 പോകുന്നുണ്ട്. ഫ്ലൈ ഓവറിന്റെ മേലെ കൂടെയാണ് പോകുന്നത്. നമ്മള് താഴെ കൂടെ പോകുന്നത്. നമ്മളതിനെ ക്രോസ് അടിച്ചാണ് പോകുന്നത് കേട്ടാ. നമ്മൾക്ക് കയറേണ്ട ആവശ്യമില്ല, കയറാൻ പറ്റിയില്ല.
ആഹാ എണ്ണ അല്ലേ, ഇതൊക്കെ നല്ല പാടാണല്ലോ. നല്ല ആന്ധ്രയിലൊക്കെ പോയ ഫീൽ എനിക്ക്. കാരണം ഈ പാടോ ഹൈവേ ഒക്കെ പാടുണ്ടാവുമ്പളേ ഒരു ആന്ധ്ര മൈൻഡ് ഉണ്ട്. നമ്മള് നേരെയാണ് ഇതിലേം പോവാട്ടോ, ഹൈവേന്റെ ഇതില് സർവീസ് റോഡ് പിടിച്ച് അങ്ങനെ വേണമെങ്കിൽ പോവാം. പക്ഷേ ഞാൻ ഇതിലാണ് പോകും. നമ്മൾ പോവാത്ത വഴികളിലൂടെ പോയി നോക്കാം എന്നാണ് കരുതി. അന്ന് ഞാന് ഹൈവേ പിടിച്ചാണ് വന്നിരുന്നത്. അത് സർവീസ് റോഡിനാണല്ലോ വന്നത്. പക്ഷെ ഇന്ന് ഞാൻ സർവീസ് റോഡിനല്ല. വൈലത്തൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമാണത്. വൈലത്തൂർ നമ്മളിപ്പോ പൊക്കോണ്ടിരിക്കുന്നത് സ്റ്റേറ്റ് ഹൈവേ 75-ലൂടെയാണ്. സ്റ്റേറ്റ് ഹൈവേ 75 പച്ചക്കറി വണ്ടിയാണ് ഈ പോകുന്നത്. പച്ചക്കറി. അങ്ങനെയെങ്കിൽ നമ്മൾ തിരൂര് എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് എത്തേണ്ടത് മാങ്ങാട്ടി തിരൂര് ബസ് സ്റ്റാൻഡ്. തിരൂർ ബസ് സ്റ്റാൻഡാണ് കാണുന്നത് അല്ലേ? കൊള്ളാം. തിരൂരിൽ നിന്ന് നമ്മൾ മാങ്ങാട്ടി ഭാഗം ലക്ഷ്യം വെച്ച് പോവുകയാണ്. ചമ്രവട്ടം പൊന്നാനി റൂട്ടിലേക്ക് ഞാൻ കയറിയിട്ടുണ്ട്. എനിക്ക് ഇവിടുന്ന് അങ്ങനെ മാങ്ങാട്ടിലേക്കുള്ള വഴിയൊന്നും അറിയില്ല കേട്ടാ. ഞാൻ ഗൂഗിൾ മാപ്പ് ഓണാക്കിയേക്കുവാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കണ്. ആ മേലെ കാണുന്നുണ്ട തൊട്ടാക്കിയ നമുക്ക് നമ്മുടെ വണ്ടിന്റെ ഇടയിലൊക്കെ ഒന്ന് ഒതുക്കണം. 60 കിലോമീറ്റർ നമ്മള് ഏതാണ്ട് 7:40 ആയിക്കാരം നമ്മള് വണ്ടൂരിന്ന് പോകുന്ന കേട്ടോ. 7:40 ഒന്നര മണിക്കൂറിന്റെ മേലെ എടുത്തൂല. 2 മണിക്കൂറിന്റെ ഉള്ളിലായിട്ട് നമ്മള് പിടിച്ചിട്ടുണ്ട്. ഞാനിവിടെ കൃത്യസമയത്ത് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ എത്തിയിട്ട് 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് ഉദ്ഘാടന ചടങ്ങിലേക്കൊക്കെ അവർ കടന്നിട്ടുണ്ട്. ഇന്ത്യയിലെ അവരുടെ ആദ്യത്തെ ബ്രാഞ്ചാണ്. ഈ ഒരു ബ്രാഞ്ച് തിരൂര് ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിക്കുവാണ്. ഉദ്ഘാടനം ചെയ്തത് അവരുടെ രക്ഷിതാക്കൾ തന്നെയായിരുന്നു. എന്തൊക്കെയാലും ടോട്ടാ കെയറിലേക്ക് നമ്മൾ എത്തിയിരുന്നത്, ഈ ഓഫീസിലേക്ക് നമ്മൾ ഇതിന് മുമ്പ് വന്നത് നമ്മൾ TV ആയിട്ട്, ബത്തേരിയിൽ നിന്ന് TV ആയിട്ടാണ് വന്നിരുന്നത്. അന്ന് ഓഫീസിന്റെ ലുക്ക് ഇതുപോലെ അല്ല. ഓഫീസിന്റെ വർക്ക് നടക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ലുക്കിലേക്ക് ഓഫീസ് മാറിയിട്ടില്ല. ഇപ്പൊ എന്തായാലും ഓഫീസ് അടിപൊളിയായി, നല്ല കളർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ല ഇന്റീരിയർ വർക്കൊക്കെ ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. പിന്നെ അവരുടെ മേഖലയാണ്, അവരുടെ സർവീസ് എന്താണെന്ന് എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്. ടോട്ടാ കെയർ എന്ന് പറയുമ്പോഴേക്ക് എന്താണ് അവരുടെ സർവീസ് എന്ന്. കൺസ്ട്രക്ഷൻ ഇന്റീരിയർ വർക്കാണ് ഇവർ ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട് പണിയാണെങ്കിലും നിങ്ങളുടെ കെട്ടിട നിർമ്മാണങ്ങളാണെങ്കിലും എന്താണെങ്കിലും ഇവരെ ഏൽപ്പിക്കാവുന്നതാണ്. ഇവർ ഈ പറഞ്ഞതുപോലെ തിരൂരില് മാങ്ങാട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഓഫീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ EMI സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ഇവർ ചെയ്ത വർക്കിന് എന്തെങ്കിലും തരത്തിൽ ഒരു കേടുപാടോ കാര്യങ്ങളോ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇവർ അതുമായിട്ട് ബന്ധപ്പെട്ട് വാറണ്ടി കൊടുക്കുന്നുണ്ട്. ആ വാറണ്ടി പീരീഡിലാണ് സംഭവിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് ടോട്ടാ കെയർ ഉത്തരവാദിത്തോടു കൂടി തന്നെ അത് വീണ്ടും വളരെ ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കും. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾക്ക് വീടോ ബിൽഡിങ്ങോ സംബന്ധിച്ചുള്ള വർക്കുകളോ എല്ലാം ഉണ്ടെന്നാണെങ്കിൽ തീർച്ചയായിട്ടും ടോട്ടാ കെയറിന് ബന്ധപ്പെടാവുന്നതാണ്. നല്ല സർവീസ് തന്നെ ഇവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തത്. ഇനാഗ്രേഷന് അതുപോലെ വെഡിങ് കാര്യങ്ങളെല്ലാം എല്ലാത്തിനും നിങ്ങൾ ചെയ്തു കൊടുക്കൂലേ? എവിടെയാ കറക്റ്റ്? നമ്മളെ കീശ്ശേരി, കൊണ്ടോട്ടി കീശ്ശേരി. ഞാൻ വണ്ടൂരാണ്. നമ്മളെ മുക്കം ഭാഗത്തൊക്കെ നമുക്ക് നമ്മൾ വീഡിയോ കണ്ടിട്ട് വിളിച്ചാണ്. ഇൻസ്റ്റയില് വീഡിയോ കണ്ടിട്ട്. എന്താണ് ഇൻസ്റ്റയിൽ? നമ്മളെ പേജ് സിഗ്ലോ. അപ്പൊ അതിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. ഒരു ടെൻഡർ കോക്കനട്ട് കഴിക്കി. ഇത് ക്യാരറ്റ് ഇത് കോക്കനട്ടാ? കുടിച്ചു പറഞ്ഞോളി. താങ്ക് യു. വെറൈറ്റി ആണ്. ഇത് അതേമാതിരി വേറെ വെറൈറ്റിയാണ്. ഇതിൽ ക്യാരറ്റ് ബദാം ഐറ്റംസ് ഒക്കെ വരുന്നത്. ഇത് മാംഗോ അല്ലേ? അല്ല, ക്യാരറ്റാ. ഇതില് ബദാം സ്ലൈസ് നട്സുകളുണ്ട്. നട്സ് അതേമാതിരി പാലൊക്കെ കൂട്ടിയിട്ട് ഒരു വെറൈറ്റി സാധനം. ഇതൊക്കെ നമ്മളെ കൗണ്ടറിൽ നല്ല അഭിപ്രായമുള്ള സാധനങ്ങളാണ് ഇതൊക്കെ അല്ലേ? അവിടെ ഇതന്നെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ട്. വെറൈറ്റി സാധനങ്ങളാണ്. ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. ടോട്ടാ കെയറിന്റെ നമ്പർ ചോദിച്ചാണ്ട് ഒരുപാട് പേര് എനിക്ക് വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഈ ഒരു തുടക്കത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും. പിന്നെ ഞാൻ കൊണ്ടുവന്ന TV ആണ്, ഇത് ഓൺ ചെയ്ത് കണ്ടപ്പോൾ അതും ഒരു സന്തോഷമായി. അങ്ങനെ ഞാൻ പടികൾ ഇറങ്ങുകയാണ്. ടോട്ടാ കെയറിന്റെ ഓഫീസിൽ നിന്നും ഞാൻ വണ്ടൂരിലേക്ക് ഇനി യാത്ര തിരിക്കുവാണ്. മെയിൻ റോഡിന്റെ വക്ക് തന്നെയാണ് കേട്ടോ ടോട്ടാ കെയറിന്റെ ഓഫീസ് കിടക്കുന്നത്. ഈ മാങ്ങാട്ടിലെ ആളുകൾക്കൊക്കെ ഈ ഒരു ഏരിയ ഒക്കെ കാണുമ്പോഴേക്ക് മനസ്സിലാവും എവിടെയാണെന്നുള്ളത്. ഇവിടെ എന്താ പോസ്റ്റ് ഓഫീസ് എന്ന് തോന്നുന്നുണ്ടോ? എന്താ വെച്ചാൽ ഞാൻ അവിടെ ജ്യൂസും ചായയും ഒക്കെ കുടിച്ചിട്ടേ ആ വിശപ്പിന്റെ അതിർ പോയി. ഇനിയിപ്പോ കുറച്ച് കഴിയാതെ എനിക്ക് വേണ്ടി വരില്ല. പിന്നെ ഞാൻ ബോട്ടിൽ വെള്ളം വാങ്ങിയായിരുന്നു. അന്ന് രാത്രി ഞാൻ ഇതുവഴി പോകുമ്പോ നല്ല മഴയാണ്.
മഴ കാരണം എനിക്ക് മുമ്പിലോട്ട് കാണുന്ന പോലുമില്ല. ഈ റോഡാണെങ്കിൽ ചെറിയ റോഡാണ്. ഇത് എനിക്ക് തോന്നുന്നു ഞാൻ ബൈക്കിനാണ് ഇട്ടിട്ടുള്ളത് ഇപ്പൊ മാപ്പ്, അപ്പൊ അങ്ങനെ കാണിക്കുന്നതാവാം. പിന്നെ എനിക്ക് വന്ന വഴി കുറച്ച് ഷോർട്ട് കട്ടായിട്ട് തോന്നിയിട്ടുണ്ട്, ദൂരം കുറവായിട്ട്. അല്ലെങ്കിൽ പിന്നെ തിരുനാവാഴ പോയി തിരിഞ്ഞു പോകണം. അപ്പൊ അത്രയും പോയിട്ട് തിരിഞ്ഞു പോകണേക്കാട്ട് നല്ലതാണ് ഈ വഴി എന്നുള്ളതാണ് ഇതിൽ ഗുണം. ഒരുപാട് കിലോമീറ്റർ ലാഭം ഉണ്ടാവും. ചെങ്ങന്മാരപ്പൊ നമ്മളങ്ങനെ പുത്തനത്താണിയില് സർവീസ് റോഡിലേക്ക് കയറാട്ടെ, NH-66 സർവീസ് റോഡിലേക്ക് കയറാണ്. ഇതൊക്കെ ഞാൻ അന്ന് രാത്രി കാണിച്ചു തരണം ശീലാണ്. നീ പറഞ്ഞ പോലെ ഹൈവേ ഒന്നും കാണാൻ വേണ്ടി പറ്റിയിരുന്നില്ല. അന്ന് നമ്മൾ ഒറ്റവട്ടമാണ് ഹൈവേ കണ്ടത്. നമുക്കിവിടെ എൻട്രി കാണിക്കും, പക്ഷേ നമുക്കിവിടെ എൻട്രി ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, സർവീസ് റോഡ് അങ്ങനെ പോയി. സർവീസ് റോഡിലാണെങ്കിൽ അമ്പുകൾ കൊണ്ട് ചെറിയ കളിക്കാരം. അതാണ് സർവീസ് റോഡിന്റെ പ്രത്യേകത. എവിടൊക്കെ എക്സിറ്റ് ഉണ്ടോ, എവിടെയൊക്കെ എൻട്രി ഉണ്ടോ, അവിടെയൊക്കെ അമ്പുകൾ ഉണ്ടാവും. പക്ഷെ എന്നിട്ടും അതിൽ ഓട്ടോറിക്ഷ ഒക്കെ പോകുന്നുണ്ടല്ലോ. സംഗതി ഞാൻ അതിൽ ഓട്ടോറിക്ഷ ഒക്കെ പോകുന്ന കാണുന്നുണ്ട്, പക്ഷെ ഞാൻ പോകുന്നില്ല. അവരൊക്കെ ഈ നാട്ടുകാരാവാം. നാട്ടുകാരാണെങ്കിൽ പോകാൻ വേണ്ടി പാടില്ലല്ലോ, പോകരുത് എന്നുള്ള ബോർഡല്ല അവിടെ കൊടുത്തിട്ടുള്ളത്. ആ പോണതിൽ ഗുഡ്സ് എന്താ, ഇവരൊക്കെ ഇതാ പോണു. നോ പാർക്കിംഗ് ആണ്, പക്ഷെ എന്നാലും നമുക്ക് ചെറുതായിട്ടൊന്ന് വീടെടുത്തിട്ട് പോവാം. കാണാൻ നല്ല ഭംഗിയില്ലേ, കാണാൻ നാഷണായകന്റെ പ്രത്യേകത. ഇപ്പോഴും മെയിൻ്റെനൻസ് എന്തൊക്കെയോ പണികളൊക്കെ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോഴും 6 വരി പാത, ഒരു സൈഡിൽ 3 വരി വിത്ത് സർവീസ് റോഡ്. പൊളി. ഞാൻ പോവാ, അവിടെ നിർത്തിയേക്കോണേ, പോയോട്ടെ. ബസ്സിനും ട്രക്കിനൊക്കെ സ്പീഡ് കുറവാണ് കാണിക്കണേ. കാരണം ഒക്കെ 50 സ്പീഡ് കാണിക്കണേ. 50 കൊടുക്കുന്നുള്ളൂ ഇവിടെയൊക്കെ. പോവല്ല, അടിച്ച് പിന്നെ പോവല്ല, അതിനുള്ള റോഡുണ്ടല്ലോ. പിന്നെ ഇപ്പൊ എന്താ 50 കൊടുത്തിട്ടുള്ളത്? പോട്ടെടാ. ചില ആളുകളോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല എന്ന് പറഞ്ഞാലേ എന്താ ചെയ്യാ. അപ്പൊ അതിലൊരു ബൈക്ക് പോകുന്നുണ്ട്, ഒന്നൊന്നല്ല ഒരുപാട് ബൈക്കുകൾ ഹൈവേയിൽ പോകുന്നുണ്ട്, ഓട്ടോറിക്ഷകൾ പോകുന്നുണ്ട്, ഗുഡ്സ് പോകുന്നുണ്ട്. ഇവിടെ ഈ കൂടണ്ട ആരൊക്കെ പോകണം, ആരൊക്കെ പോകാൻ പാടില്ല എന്നുള്ളത് അവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ചിലത് ഈ നിയമം എന്ന് പറയുന്നത് ഈ സിനിമയിൽ പറയണ പോലെ തെറ്റിക്കാനുള്ളതല്ല, പാലിക്കാനുള്ളതാണ്. പ്രത്യേകിച്ച് റോഡിന്റെ കേസിൽ റോഡിൻ്റെതായുള്ള സിഗ്നല് കാര്യങ്ങളൊക്കെ നമ്മൾ പാലിച്ചിട്ടില്ലെങ്കിൽ എണ്ണടിക്കണം, നമുക്ക് പണി കിട്ടും മക്കളെ. എണ്ണടിക്കണം. ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങാതെ ഓന് ചാവി കൊടുക്കുകയാണ്. 300. സാധാരണ നമ്മളെപ്പോഴും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് തന്നെയാണ് എണ്ണ അടിക്കാറ്. പക്ഷെങ്കിൽ ഇന്ന് നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നില്ല. സമയം ഇവിടെ 10:45 നമ്മൾ ഈ നേരം വരെ ചായ കുടിച്ചില്ല. ചായ കുടിക്കാൻ ഭക്ഷണം കഴിച്ചില്ല. വീട്ടിൽ നിന്ന് ഒരു ഗ്ലാസ് കട്ടനും ഇപ്പൊ ഒരു ഗ്ലാസ് ജ്യൂസും ആണ് നമ്മൾ കുടിച്ചത്. ഇപ്പൊ ഇവിടെ ഒരു ഹോട്ടലുണ്ട്, നാടൻ ഭക്ഷണശാലയാണ്. ഇതിനകത്ത് കയറാൻ 2 വെള്ളപ്പുണ്ട്, അതുപോലെ തന്നെ അതിലേക്ക് ബീഫുണ്ട്. ബീഫ് ഇവിടെ ഒറ്റ പോർഷനുള്ളതാണ്, 120 പുറത്ത്. അങ്ങനെയെങ്കിൽ അങ്ങനെ ഹാഫില്ല. പിന്നെ പറഞ്ഞ പോലെ ഇവിടെ പൊറോട്ട എല്ലാം ഉണ്ട്. ബീഫ് അടിപൊളിയാട്ടോ. നമ്മൾ വെള്ളപ്പല്ലേ ഞാൻ മഞ്ചേരി എത്തിയിട്ടുണ്ട് കേട്ടോ. റിട്ടേൺ മഞ്ചേരി എത്തിയിട്ടുണ്ട്. നമ്മൾക്ക് ഇവിടുന്ന് ടാർപോളിങ് കിട്ടുമെന്ന് നോക്കണം. ടാർപ്പായ നമ്മുടെ ഫ്രണ്ടില് വണ്ടി നിർത്തുന്നിടത്ത് കെട്ടാൻ വേണ്ടിയിട്ട്. ചെങ്ങൈമാരെ ഞാൻ വന്നതേ വലിയൊരു ലോകത്തേക്ക് വന്ന മാതിരി. എനിക്ക് 2 ഷീറ്റാണ് വേണ്ടതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് ഒന്നില്ലെങ്കിൽ നമുക്ക് 12:10 അല്ലെങ്കിൽ 12:9 അല്ലെങ്കിൽ 12:12 12:8 അങ്ങനെ എങ്ങനെയെങ്കിലൊക്കെ നമുക്കൊരു 16-18 അടി നീളം, ഒരു 12 അടി വീതിക്കുള്ള സാധനമാണ് കിട്ടേണ്ടത്. എന്തൊക്കെയായാലും ഇപ്പൊ ഞാൻ വന്നിട്ടുള്ള കുരിക്കൾ എന്ന് പറയുന്ന ഒരു ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോപ്പിലേക്കാണ്. ഒരു ലോകം ടാർപോളിനൊക്കെ ഇറക്കിയിട്ടിട്ട് എത്ര അവിടെ, അതായത് ഒരു അതിനുള്ള ഹോൾസെയിലും കച്ചവടം കാര്യങ്ങളൊക്കെ ഉണ്ട്, സെയിൽ ഉണ്ടാവും. പക്ഷെങ്കിൽ ഏതൊരു ഐറ്റം ആണെങ്കിലും സാധനം ഉണ്ട് എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം. ഞാനിപ്പോൾ അവിടുന്ന് ഒരു 12:12 ഒരു 12:6 എടുത്തത്. അങ്ങനെ കൂട്ടുമ്പോൾ എനിക്ക് ഈ പറഞ്ഞ മാതിരി 18 അടിയോളം വന്നു. അപ്പൊ ഈ ഒരു സാധനത്തിന് എനിക്ക് പിന്നെ കുറച്ച് കയറും, ഒരു 160 ഗ്രാം കയറ് കൊടുത്തു. അങ്ങനെ ആയപ്പോഴേക്ക്
1,090 രൂപയാണ് എനിക്ക് വന്നിട്ടുള്ള റേറ്റ് എന്ന് പറയുന്നത്. 1:05 സമയം, 1:05 ആയപ്പോഴേക്ക് നമ്മൾ റിട്ടേൺ വണ്ടൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. 7:50 7:40 നമ്മൾ വണ്ടൂർ ടൗൺ കൊടുക്കുന്നത്. 1:30 വീട്ടിലാണ്. ചോറ് നല്ല പരിപാടിയാണ്. മത്തിയുണ്ട്, വത്തലും ഉണ്ട്. വത്തലൊക്കെ നമ്മളെ ഫേവറേറ്റ് സാധനമാണ് കേട്ടോ. മത്തിനേക്കാൾ ഇഷ്ടമാണ് എനിക്ക് വത്തൽ. അതുപോലെ തന്നെ പപ്പടം ഉണ്ട്, പിന്നെ കുറച്ച് തണുത്ത വെള്ളമുണ്ട്. ഭക്ഷണം കഴിച്ചിട്ട് എഡിറ്റിംഗ് ഉണ്ട്. വീഡിയോ കോപ്പി ചെയ്തുകൊണ്ടൊക്കെയാണ്. അന്നേരം അതൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ വീഡിയോ കോപ്പിങ് കഴിഞ്ഞാൽ കഴിയുമ്പോഴേക്ക് ചോറിട്ട് കഴിയണം. ചോറിട്ട് കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്തിട്ട് 2 പ്ലാനാണ് മനസ്സിലുള്ളത്. അതിൽ ഏതിലൊക്കെ ഒന്നേ നടപ്പിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇതിൻ്റെ എഡിറ്റിങ് കഴിഞ്ഞപ്പോൾ സമയം 3 മണിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഷീറ്റ് കെട്ടണമെങ്കിൽ കഴുങ്ങുകൾ വേണം. അപ്പോൾ ഞാൻ പാടത്തേക്ക് പോയി വെക്കുകയാണ്. പാടത്ത് വല്ല കഴുങ്ങും തല പോയി കിടക്കുന്നുണ്ടോ, വീണ് കിടക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വരാൻ വേണ്ടിയിട്ട്. അവിടെയാണ് നമ്മളുടെ പാടം. നമ്മൾ ഇറങ്ങി വന്ന വഴി. നമ്മൾക്ക് ഏതാണ്ട് അങ്ങ് ദൂരെ പോകണം, നമ്മൾ മീൻ പിടിച്ചിരുന്നൊക്കെ സ്ഥലത്തേക്ക്. ഇതാണ് നമ്മളുടെ വഴി, പോകാനുള്ള വഴി. അന്ന് പെയ്ത മഴയിൽ വെള്ളം കയറിയതാണ്, പിന്നെ വെള്ളം വല്ലാതെ ഇറങ്ങിയിട്ടില്ല. ഇപ്പം ഞാൻ ഈ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്തിൻ്റെ ഈ ഒരു തോട്, ഈ ഒരു പാലം, ഇവിടെ നമ്മളോട്ടം ക്യാമ്പ് ചെയ്താണ്. ഇവിടേക്ക് പറയുന്ന പേരാണ് കല്ലുടുമ്പ്. അപ്പോൾ കല്ലുടുമ്പിലാണ് ഞാനുള്ളത്. നല്ല മനോഹരമായിട്ടുള്ള പാടമാണ്. അപ്പോൾ ഇനി നമുക്ക് പോകേണ്ടത് കല്ലുടുമ്പിൽ നിന്നും സേമിയ ഫുള്ളിൻ്റെ അടുക്കാണ്, സേമിയ പുൾ. അപ്പോൾ സേമിയ ഫുള്ളിൻ്റെ അടുക്ക് പോയേക്കാം. സേമിയ ഫുള്ളിൻ്റെ അടുക്കൊക്കെ എല്ലാ ലുക്കല്ല പച്ചപ്പറന്ന് അറിഞ്ഞിട്ട്. അങ്ങനെയെങ്കിൽ ഞാൻ സ്പോട്ടിലെത്തിക്കണം. സ്പോട്ട് എന്ന് പറയുമ്പോഴേക്ക് ഇത് നമ്മളുടെ കഴുങ്ങൊന്നുമല്ല കേട്ടോ, നമ്മുടെ പാടമല്ല, നമ്മളിവിടെയുള്ള മലയാളിമാരുടെ ആണ് ഇതൊക്കെ. ഞാൻ ഇതിൽ തലയില്ലാത്ത കഴുങ്ങാണ് നമ്മൾ മുറിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അവരിപ്പോൾ ഒന്നും പറയൊന്നുമില്ല. പക്ഷേങ്കിൽ ഇതിപ്പോൾ ഒരു 10 തലയില്ലാതെ നിൽക്കുന്നുണ്ടെങ്കിൽ ഒക്കെ മുറിച്ച് കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല. നമ്മളുടെ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് 1-2 മുറിക്കാം. അതിനൊന്നും ഇപ്പോൾ അവരൊന്നും പറയില്ല. വണ്ണല്ലാത്ത ഒരെണ്ണം കണ്ടങ്ങൾ, ഇതെനിക്കിഷ്ടമായി. ഇതെനിക്ക് വളരെ ആവശ്യമുള്ളൊരു കഴുങ്ങാണ്. ഈ വണ്ണല്ലാത്തതാ, ഇവനെയാണ് നമ്മൾ മുറിക്കാൻ വേണ്ടി പോകുന്നത്. ഈ വണ്ണല്ലാത്ത ഇതിലേക്ക് തല പോയതാട്ടോ. ഇതൊന്നും ഇനി ഉണ്ടാവില്ല, ഉണങ്ങി കിടക്കണം അതിൻ്റെ മേൽഭാഗേ. ഇതിനൊക്കെ വണ്ണം കുറവാണ് ഇത്, പക്ഷേ ഇത് കുറച്ച് നീളം കൂടുതലാണ്. എന്താ ഉണങ്ങിപ്പോയി. ഞാനിതിലേതിലൊക്കെ ഒരെണ്ണം നോക്കട്ടെ. കുറച്ചുകൂടി മുമ്പിലേക്ക് പോയി നോക്കാം. ഇവിടെ അമ്മ ജോലി ചെയ്തിരുന്ന വീട്ടുകാരുടെ കഴുങ്ങുണ്ട്. അമ്മ എന്നോട് അവിടെ പോയി നോക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ ഒന്ന് ആദ്യം പോയി നോക്കാം. അതവിടെ നിൽക്കട്ടെ, നമുക്ക് മുറിക്കാം. ഇത് മുറിക്കണേന് പ്രശ്നമൊന്നുമില്ല. അവിടെ ഇതിലൊക്കെ വീണ് കിടക്കുന്നുണ്ടെങ്കിലൊക്കെ ഇത് തൊട്ടാവാടിയാടോ, ഫുള്ള് തൊട്ടാവാടിയാണ്. നടക്കുമ്പോൾ തന്നെ കാലിന് കുത്തുവാണ്. അപ്പോൾ സേമിയ ഫുള്ളെന്ന് പറയുന്നത് ഇവിടേക്കാണ്. അവിടെ ചെറിയ കുണ്ടുണ്ട്, ഒരു കുളം, അവിടേക്കാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വാഴത്തോട്ടമാണ് അമ്മേൻ്റെ മുതലാളിമാരുടേത്. ആഹാ, ചിതമ്പ കിളിക്കൂടുണ്ട്. ഇത് വേണ്ട, നമ്മൾ കിളികളുണ്ട്. എവിടെയെങ്കിലും വീണ് കിടക്കുന്ന കഴുകുന്നുണ്ടെങ്കിൽ നല്ല രസമാണ്. ഏതാ മുറിക്കുക, അതൊക്കെ കഴുങ്ങല്ലേ, കുറെണ്ണത്തിന് തല വയ്ക്കണേ. ഏതാ മുറിക്കേണ്ട വെച്ചാൽ മുറിക്കാറില്ല. പാമ്പുണ്ടോ നോക്കണം, പാമ്പുണ്ടാവും. നമ്മൾ സാധാരണ ഇതിലെ നടക്കുന്ന ആളുകളെ ഇപ്പോൾ പറയണേക്കാം, പാമ്പിനെ കണ്ട അവിടെ വലിയൊരു മൂർക്കുണ്ട്, വലിയൊരു അണലിനെ കൊണ്ടുപോകുന്നതൊക്കെ. ഇതിനറിയുമ്പോൾ വായ്ക്ക് കേടില്ലാതെ അങ്ങോട്ട് മറച്ചിടാൻ വേണ്ടി പറ്റും. മറിഞ്ഞ് കിട്ടിയാൽ നോക്കട്ടെ. ഞാനൊരു 1.5 കവുങ്ങ് തള്ളിയിട്ടിട്ടുണ്ട്. ഈ കിടക്കുന്നതാണ് നമ്മുടെ കവുങ്ങ്. ഇപ്പം ഞാൻ പൊളിച്ച് വെച്ചതാണ് ഇവിടെ, മനസ്സിലായ? ഇഷ്ടപ്പോലെ മക്കളെ വിയർക്കണം. നമ്മൾ കത്തിന് 10 പൈസക്കാരില്ല. ഇവിടെ ഞാൻ മുറിച്ച് വെക്കണം. അത് മുറിച്ചിട്ട് വേണം ഓരോ പീസ് വെച്ച് കൊണ്ടുപോയി എഴുതിയിട്ടേ. ഇവിടെ ഉള്ളത് നേരെ ഇങ്ങോട്ട് മറിച്ചിട്ട് പറയുമ്പോൾ വായക്കൊന്നും ശല്യമില്ല, വായമ്മ തട്ടുമില്ല. ഇതൊന്ന് വജ്ജാക്കട്ടെ. മഴ വരുന്നുണ്ട്, മഴ വരുമ്പോഴത്തേക്ക് വജ്ജാക്കണം.
അപ്പോൾ ഇനി പരിപാടി എന്താ വെച്ചാൽ ഇപ്പോൾ ഈ കെട്ടി വെച്ചിട്ടുള്ള ഈ ഒരു 2 പീസ് ഉണ്ടല്ലോ, ഇതും കൊണ്ട് പോവാം. ബാക്കിയുള്ള പീസൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. കത്തി അവിടെ വെച്ചിട്ടുണ്ട്. കത്തിനെ ശരിക്കും കാണുകൊടുത്ത് വെക്കണം. കത്തി അവിടെയാണ്. അതിനടുത്തോണ്ട് ഈ മാങ്ങേൻ്റെ പിടിക്ക് വെക്കണം. എന്നിട്ട് നമ്മൾ ക്യാമറ മൊബൈൽ കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് കയറും കൊണ്ടുവരണം. കയറില്ല, നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കെട്ടി കൊണ്ടുപോകേണ്ടി വരും. ഒക്കെ ചീന്തി പൊളിച്ചില്ലേ. നേരെ വീട്ടിലെത്തി ഒരു 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 കൊമ്പ് ഇവിടെ എത്തിച്ചിക്കണേ ഞാൻ. ഏതാണ്ട് നമുക്കൊരു 350-400 മീറ്ററോളം നടക്കാണ്ടാവും കേട്ടോ. കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് തണുപ്പറവ മതി. എന്താ അരിയാറിന് ഞാൻ പാടത്തല്ലേന്നു. ഇല്ല ഇല്ലേ, റോട്ടിൽ കൂടെ പോകുന്നപ്പോൾ കണ്ടിട്ടില്ല കേട്ടോ. സമയം 6:10 ഞാൻ വീട്ടിലെത്തിക്കണേ. എല്ലാവിധ കഴുങ്ങിൻ്റെ കഷ്ണങ്ങളും പീസുകളും നമ്മളിവിടെ എത്തിച്ചിട്ടുണ്ട് ഉണ്ടാ. അപ്പോൾ സ്റ്റോപ്പ്. നമുക്ക് ഇത്രയും പീസുകളാണ് കിട്ടിയത്. ഇത് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. ഏതാണ്ട് ഒരു 20 അടിയോളം ഒക്കെ നീളം വരും. 20 അല്ലെങ്കിൽ ഒരു 16-18 അടിയോളമൊക്കെ നീളം വരും. ചൊറിയുണ്ട് മേലെ. പിന്നെ ഒന്ന് കുളിക്കണം. കുളിച്ച് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടി നാളെയാണ്. ഇവിടുന്ന് ഇങ്ങനെ ഉഷാറേ. ഇവിടുന്ന് ഇങ്ങനെ ഒരു കവുങ്ങെടുത്ത് പിന്നെ ഇങ്ങനെ കവുങ്ങിങ്ങനെ മേയണം എന്നാണ് ഞാൻ കരുതുന്നുണ്ട്. നടക്കും അറിയില്ല. ഞാൻ കരുതിയ പോലെയൊക്കെ നടക്കുവാണെങ്കിൽ അങ്ങനെ ചെയ്യും. ഇല്ലാന്നാണെങ്കിൽ നടക്കണമായി ചെയ്യാം. എന്നാൽ പിന്നെ ഈ ഒരു വീഡിയോ കൂടെ വൈൻഡപ്പ് ചെയ്യണം. അടുത്ത നല്ല വീഡിയോ ആയിട്ട് നാളെ വരാം. നാളെ തന്നെ ഇതിൻ്റെ പണിയല്ല. നാളെ നമുക്ക് വേറെ വീഡിയോ ഉണ്ട്. നാളെ ഹോസ്പിറ്റലിൽ പോകണ്ടേ? നാളെയാണ് ആശുപത്രിയിൽ പോകേണ്ടത്. നേരത്തെ വിളിച്ചുകൊണ്ട് ഞാൻ ബുക്ക് ചെയ്തുകൊണ്ട്. മരുന്ന് നാളേക്കാനുള്ളൂ.